വന്നു മാമ്പഴക്കാലം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ മാംഗോ സിറ്റിയിലും മാമ്പഴക്കാലമാണ്. മുതലമടയിലെ മാങ്ങാ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൃഷിഭൂമി. പാലക്കാട് മുതലമടയിൽ നേരത്തെ പറഞ്ഞ പോലെ മാമ്പഴ സീസണാണ്. സജു 10-20 കൊല്ലത്തോളമായിട്ട് മാമ്പഴത്തിൻ്റെ ഇടയിലാണ് അല്ലേ? എങ്ങനെയുണ്ട് പ്രാവശ്യം സീസൺ? വലിയ മെച്ചമില്ല എന്നാണല്ലോ പറയുന്നത്. വളരെ മോശമാണ്. ഏകദേശം ഒരു 10-20% വരെ മാങ്ങകളെ മുതലമടയിലുള്ളൂ. കാലാവസ്ഥ ആ ഒരു രീതിയിലാണ് ഇത്തവണ. മാംഗോ സിറ്റി എന്ന് പറയുന്ന പേരൊക്കെ ഒരു പക്ഷെ പോയേക്കും ഈ നിലയ്ക്കാണെങ്കിൽ. സാധ്യതയുണ്ട്. എന്താ കാലാവസ്ഥ മാറ്റാം. ഇത്തവണ ഏകദേശം ജനുവരി വരെയും മഴയുണ്ടായിരുന്നു. മാങ്ങയ്ക്ക് അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. മാമ്പഴം എന്ന് പറയുമ്പോൾ പഴയ സന്തോഷമില്ല ഇപ്പോൾ. ഇല്ല. ഇവിടെ എന്തൊക്കെയാണ് മാങ്ങകൾ ശരിക്കും ഏതൊക്കെയുള്ളത്? ഇവിടെ മുതലമടയിലെ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ദൂരം, ബങ്കനപ്പള്ളി, അൽഫോൻസ, തോത്താപ്പൂരി, മല്ലിക, ഹിമാപസന്ത്, അങ്ങനെ ഏകദേശം ഒരു 35ഓളം വെറൈറ്റികൾ മുതലമടയിലുണ്ട്. ശരിക്കും കമേഴ്ഷ്യലായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പം ഇതില് ഈ അൽഫോൺസ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗോവൻ തീരത്ത് അങ്ങോട്ട് വന്നിരുന്ന സാധനമല്ലേ? അൽഫോൺസ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൽഫോൺസ മുതലമടയിലത്തെ അൽഫോൺസയ്ക്ക് ഒരു തനതായ ഒരു ടേസ്റ്റും രുചിയും ഉള്ളത് കൊണ്ടാണ് ഇതിനെപ്പോഴും മാർക്കറ്റ്. ഇപ്പൊ ഡൽഹിയിലൊക്കെ അൽഫോൺസയ്ക്ക് നല്ല മാർക്കറ്റ് ഉള്ളതാണ്. അത് ഇവിടുത്തെ മണ്ണിന്റെയും കാലാവസ്ഥയുടെയും ഒരു പ്രത്യേകതയാണ്. അൽഫോൺസ എന്ന് മാത്രമല്ല, ബങ്കനപ്പള്ളി, സിന്ദൂരം, എല്ലാ വെറൈറ്റികളും ഈ മുതലമടയിലത്തെ മാങ്ങയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കൊണ്ടും ആ ഒരു ക്വാളിറ്റി കൊണ്ടും ശരിക്കും അത്രയും ഒരു വെല്ലാൻ വേറെ മാങ്ങകളില്ല, അങ്ങനെ തന്നെ പറയാം. ഇന്ത്യയിൽ പ്രത്യേക സ്വാദ് കൂടി കിട്ടിയിരുന്ന സ്ഥലം തന്നെയാണ് മുതലമട. സാജുവിനെ ഇഷ്ടമായിട്ടുള്ള ഏറ്റവും ഇഷ്ടമുള്ള മാങ്ങ ഏതോ? അൽഫോൺസ് തന്നെയാണ്. ഇവിടെ എവിടേക്കൊക്കെ കയറി പോകുന്നുണ്ട്? എല്ലാ ഭാഗത്തും എക്സ്പോർട്ട് അടക്കം പോകുന്നുണ്ട്. പക്ഷേ ഇത് പുറത്തേക്കും അയക്കുന്നുണ്ട്. സാധാരണ ജനുവരിയിൽ സീസൺ തുടങ്ങും അല്ലേ? ആദ്യമൊക്കെ ഡിസംബർ ഒരു 15 കഴിയുമ്പോഴേക്കും സീസൺ ശരിക്കും ആരംഭിച്ചിട്ടുണ്ടാവും. അതെല്ലാം മാറി ശരിക്കും നവംബറിലാണ് പൂക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നത്. അത് മാറി അത് നേരെ ഇപ്പോൾ ജനുവരി ആയാലും ഇപ്പോഴത്തെ കാലാവസ്ഥ കണ്ടില്ല, ഇപ്പോഴും പൂ വന്നുകൊണ്ടിരിക്കുക. ഞാൻ വരുമ്പോൾ പലയിടത്തും മാവ് പൂത്ത് കിട്ടുന്നത്, നമ്മുടെ ചുറ്റും തന്നെ മാവ് പൂത്ത് നിൽക്കുന്നുണ്ട്. അതെ 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 അതെ. അത് ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ ശരിക്കും ഇത് പറയുകയാണെങ്കിൽ 2015 തുടങ്ങിയിട്ട് ഒരു ചേഞ്ചസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് KVK, പട്ടാമ്പി, തൃശ്ശൂർ യൂണിവേഴ്സിറ്റി എല്ലാവരും ഇതെല്ലാം ഇതിൻ്റെ ഒരു പഠനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലാവസ്ഥയുടെ വ്യതിയാനം ആദ്യം തുടക്കത്തിൽ പല കീടരോഗബാധകളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മാങ്ങയുടെ വിളവ് കുറഞ്ഞതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ കുറേ ഇലപ്പേൻ്റെ ആക്രമണം, കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് കാലാവസ്ഥ ഇങ്ങനെ ഓരോന്ന് മാറി മാറി ആകുമ്പോൾ മാങ്ങ പൂക്കാൻ തന്നെ മരങ്ങൾക്ക് സംശയം പോലെ ആ ഒരു ഇതിലേക്ക് എത്തി. മഴ ക്രമം തെറ്റി വരുന്നത് ഒരു വലിയ വിഷയമല്ലേ? വലിയ വിഷയമാണ്. തമിഴ്നാടിൻ്റെ അതേ കാലാവസ്ഥ പാലക്കാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാവുകൾ നന്നായിട്ട് കായ്ക്കും. ഡ്രൈ ലാൻഡ് ആണെന്ന് പറയുന്നത് അങ്ങനെ പറയാറില്ലേ? അല്ല, അതന്നെയാണ്. ഇവിടെ ഒരു സമയം അങ്ങനെ ആയിരുന്നു. വെള്ളത്തിൻ്റെ ഒരു ശരിക്കും വെള്ളം കുറവായതുകൊണ്ടാണ് ഇവിടെ നെൽകൃഷി പാടെ എല്ലാം മാറി മാവ് കൃഷിയിലേക്ക് ആളുകൾ വന്നത്. നെല്ലറയായിരുന്നു പണ്ട് പാലക്കാട്. നെല്ലറയായിരുന്നു. അപ്പോൾ നെല്ലറയിൽ മുതലമടയും അങ്ങനെ ഉള്ള ഒരു ഏരിയ ആയിരുന്നു. പണ്ട് ഇവിടെ പരുത്തി കൃഷി ഉണ്ടായിരുന്നു. ഞാൻ കേട്ടെ പരുത്തി കൃഷി ആയിരുന്നു വ്യാപകം എന്ന് കേട്ടിട്ടുണ്ട്. സാജു കണ്ടോ? പരുത്തി കൃഷി മുത്തശ്ശൻ്റെ കാലത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഓർമ്മയൊക്കെ ഉള്ളതാണ്. ഓർമ്മയിലുണ്ട്. പിന്നെ നിലക്കടലയും പരുത്തിയായിരുന്നു പണ്ട്. ഈ മുതലമട, വെള്ളാരങ്കടവ്, ഈ ചപ്പക്കാട്, ചമ്മണാമ്പതി, ഈ പ്രദേശങ്ങളിൽ, മലയോര പ്രദേശങ്ങളിൽ കംപ്ലീറ്റ് അതായിരുന്നു ശരിക്കും കൃഷി. പരുത്തി കഴിഞ്ഞിട്ട് ഒരു അടുത്ത ഘട്ടത്തിലേക്കാണ് നിലക്കടല വന്നത്. അത് നിലക്കടല അന്ന് നല്ല വ്യാപകമായിട്ട് നല്ല വിലയുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആയപ്പോൾ എല്ലാവരും നിലക്കടലിലേക്ക് മാറി. പിന്നെ ഇതിൻ്റെ ഇടയിൽ 1-2 പേര് മാവ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വല്യച്ഛനടക്കം ഈ കൃഷിയിലേക്ക് തുടക്കം ഉള്ള ആൾ തന്നെയാണ് വല്യച്ഛൻ. അപ്പോൾ പുള്ളിയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടങ്ങി അങ്ങനെ വന്നിട്ടുള്ളൊരു ഇതൊന്ന് ഏകദേശം ആളുകൾ കുറച്ച് പേര് ഇതൊരു ലാഭമുള്ള കൃഷി എന്നുള്ളത് ആയതുകൊണ്ട് മാത്രം കുറേ പേരൊക്കെ ഇതിലേക്ക്. വയലുകളെല്ലാം മാന്തോപ്പുകളായി.
പിന്നെ അത് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമില്ലാത്തതിന്റെ ഒരു പ്രധാന പ്രശ്നമാണ്. വെള്ളത്തിന്റെ ഇത് കുറഞ്ഞപ്പോഴാണ് കൃഷിയിലേക്ക് മാറിയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വെള്ളം കൂടുതലുള്ള ഒരു സ്ഥലത്ത് മാവും തൈ വെച്ചിട്ട് കാര്യമില്ല, അത് പൂക്കും കാക്കുകയും ചെയ്യില്ല. അപ്പോൾ പതിയെ പതിയെ വെള്ളങ്ങൾ കുറഞ്ഞ സ്ഥലങ്ങളായപ്പോൾ ആളുകൾ ആ ഭാഗങ്ങളിലൊക്കെ മാവ് വെച്ചു. അപ്പോൾ ഇതൊരു വലിയൊരു ചിലവ് കുറഞ്ഞതും ഈ കൃഷി ചെലവ് ഏറ്റവും കുറവുള്ളൊരു കൃഷിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാവ് കൃഷി. അത് ശരിക്കും ആ ഒരു നല്ല രീതിയിലേക്ക് വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഏകദേശം 2015 വരെ. ഇവിടെ ഞാനൊരു 8 to 10 ഏക്കറോളം ഇവിടെ ഉണ്ട് അല്ലേ? ആവറേജ് എങ്ങനെ ഒരു ഈൽഡ് കിട്ടാറ് പെർ ഏക്കർ? ഇത് സാധാരണ ഇതിൽ പെർ ഏക്കറിന് ഒരു ശരിക്കും സാധാരണ പണ്ടത്തെ ഒരു പണ്ട് മീൻസ് ഒരു 10 വർഷം വരെയുള്ളതിൽ ഏകദേശം ഒരു ഏക്കറിന് 2 ലക്ഷം രൂപ വരെ കിട്ടിക്കൊണ്ടിരുന്നു. ഒരു സീസണിൽ 3 വരെ കിട്ടിയ ആളുകളും ഉണ്ട്. നല്ല ക്രോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ പോകാൻ പറ്റും. ബാക്കി കൊല്ലം മുഴുവൻ ഓടിക്കാൻ പറ്റുന്നത് കിട്ടും. 3 മാസമല്ലേ കിട്ടുള്ളൂ അല്ലേ? അതെ 3 മാസമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇതിന്റെ ചെലവ് കുറവും. ഇത് ശരിക്കും ഒറ്റ ക്രോപ്പായതുകൊണ്ട് ആ ഒരു ഇത് 3 മാസത്തെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിക്കാർക്കും റെസ്റ്റായി, മാവിനും റെസ്റ്റാണ്. അങ്ങനത്തെ ഉള്ളൊരു ഇതാണ്. അപ്പം നെൽകൃഷിയോ മറ്റുള്ളതിലെ പോലെ 365 അതിന്റെ ചോട്ടിൽ പണിയെടുക്കേണ്ട ഒരു കാര്യമില്ല, ബാക്കി സമയം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു രീതിയിലായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ കാലാവസ്ഥ മാറ്റവും ഇതൊക്കെ ആയപ്പോൾ ഇപ്പോഴാണ് 2 വർഷമായിട്ട് മാവുകൾ ഏകദേശം വലിയ മാവുകളൊന്നും കായ്ക്കാത്ത ലെവലിലെത്തി, തീരെ കായ്ക്കുന്നില്ല. ഒരു 10 to 15 വർഷം പഴക്കമുള്ള മാവുകൾ മാത്രമേ നല്ല കായ്ഫലമുള്ളൂ. ബാക്കി 15 തുടങ്ങി 35 വരെ വർഷം പഴക്കമുള്ള മാവുകളൊന്നും തീരെ കായ്ക്കണേ ഇല്ല. അപ്പോൾ സാജു, ഞാൻ ചോദിക്കട്ടെ, ഈ 10 ഇത്രയും കൊല്ലമായിരുന്നു 10-35 വെറൈറ്റി എന്ന് പറഞ്ഞു, ഈ കൊണ്ടുവന്ന് വെച്ച വെറൈറ്റി പ്രശ്നമായിട്ടാണോ? ഇവിടെ പലരും മൂവാണ്ടൻ മാവിലേക്ക് തിരിച്ചു പോകണമെന്നൊക്കെ പറയണ കേട്ടു. മൂവാണ്ടൻ അങ്ങനെ തോട്ടാടിസ്ഥാനത്തിലൊന്നും ആരും ചെയ്യാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെറൈറ്റി ആണ് എല്ലാവർക്കും താല്പര്യം. മൂവാണ്ടൻ കിട്ടിയാൽ ലാഭം കിട്ടില്ല. മൂവാണ്ടൻ ലാഭം കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ മൂവാണ്ടനാണ് ആകെ ഉള്ളത്. ഇപ്പൊ അങ്ങനെയാണ് ഒരു കാലാവസ്ഥ വന്നിരിക്കുന്നത്. മൂവാണ്ടൻ കായ്ക്കുണ്ട്. ഇതിപ്പോ നോക്കിയാൽ കാണാം, മൂവാണ്ടനിൽ മാത്രമേ നമ്മുടെ ഇവിടെ പിടിക്കുന്നുള്ളൂ വെച്ച് ഇത്തവണത്തെ കാലാവസ്ഥയിൽ. ബാക്കി ഒരു വെറൈറ്റിയിലും ആകെ 1-2 എവിടെയെങ്കിലും കാണാം. നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സിന്ദൂരം, മല്ലിക, അൽഫോൺസ, പറഞ്ഞൊക്കെ പ്രശ്നത്തിലാണ്. എല്ലാം പ്രശ്നത്തിലാണ്. ഇത് വലിയ മാങ്ങയൊക്കെ ഉണ്ടായിരുന്നില്ല, 1 കിലോ ഒക്കെ ഉണ്ടാവാറില്ല. അത് ഏതായിരുന്നു? ഹിമാപസന്ത് ഉണ്ട്, അങ്ങനപ്പള്ളി ഉണ്ട്. ഇതെല്ലാം വലിയ മാങ്ങകളാണ്. അപ്പൊ അങ്ങനെയുള്ള വെറൈറ്റികൾ, പിന്നെ തോത്താപ്പൂരിയൊക്കെ അത് ഫ്ലഷ് കൂടുതലുള്ളതാണ്. നമുക്ക് കുറച്ചൊരു മാവിന്റെ അടുത്തേക്ക് പോകാം. ഓക്കെ. അപ്പോൾ സാജു, ഇത് നാടിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു വന്നപ്പോഴാണ് ഇതിൻ്റെ ഷോക്ക് എത്രയാണെന്ന് മനസ്സിലാവണം. തവണ വളരെ കുറവാണ്, പുട്ടുംപൊടിയായിട്ട്. ഇതിപ്പോൾ ഇത്രയും ഇനി ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞ ശേഷം ഇതെല്ലാം ആവുള്ളൂ. അതിനിടയിൽ ചൂട് കൂടുകയാണെങ്കിൽ മാമ്പ് ഒരുക്കും. അതെ. വരുന്ന ഇപ്പോൾ കാണാം കുറേ മരങ്ങളിലെല്ലാം പുതിയതായിട്ട് പൂവ് വന്നുകൊണ്ടിരിക്കുക. ഈ വരുന്ന ഈ പൂക്കൾ എത്രത്തോളം ഇതിൽ പിടിച്ചു കിട്ടുന്നുള്ള കാര്യം സംശയമാണ്. ട്രാപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട്, മറ്റേ ഓർഗാനിക് ആയിട്ടാണോ ചെയ്യണത്? എങ്ങനെ? ഞാൻ ഈ ഒരു ഫീൽഡ് ശരിക്കും ഒരു 5-6 വർഷമായി ഓർഗാനിക് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ലൈറ്റ് ട്രാപ്പ് ഉണ്ട്, ഇത് ഫെറമോണിന്റെ ട്രാപ്പ്, സ്റ്റിക്കി ട്രാപ്പ്, ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോരോ ഇങ്ങനെ പരീക്ഷണങ്ങൾ ഇങ്ങനെ നടത്തി നോക്കാറുണ്ട്. ട്രിപ്സിനും ഹോപ്പറിനും. ഈ തേനടി എന്ന് പറഞ്ഞ ഒരു പ്രശ്നം വലിയൊരു വില്ലനാണ് മുതലമടയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ പരീക്ഷണങ്ങളൊക്കെ നടത്തി നോക്കാറുണ്ട്. അതെ. ഇതിൽ KVKയും ഇതിന് സപ്പോർട്ടുണ്ട്. പുറത്തൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു മുതലമടയിൽ മുഴുവൻ രാസമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് നിറച്ച് കീടനാശിനിയാണ്. കീടനാശിനി പ്രയോഗം ഒരു സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അത് പതിയെ ഇതൊരു ദോഷത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലായി തുടങ്ങിയപ്പോൾ ആളുകൾ അതിന് കുറച്ച് പിന്മാറി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അമിതമായ രാസകീടനാശിനി ഉപയോഗിക്കും തോറും മരങ്ങളുടെ പൂക്കാനുള്ള ടെൻഡൻസി കൂടി പോവുകയാണ്. പിന്നെ മണ്ണിലുള്ള ശരിക്കും മൈക്രോബ്സുകളും ഒക്കെ പോയി ശരിക്കും മണ്ണും നശിച്ചു പോവുകയാണ്. ഒരു മാംഗോ ഹബ് അതെ. ഇത് മാംഗോ ഹബിന് വേണ്ടി കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പദ്ധതി മാംഗോ ഹബ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ മാങ്ങ കളക്ട് ചെയ്യാനും ഗ്രേഡിങ്, പാക്കിംഗ്, സോർട്ടിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയായിരുന്നു. അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 18 കോടിയോളം രൂപ ചെലവിൽ ഇവിടെ അടുത്ത് തന്നെ ഒരു സീഡ് ഫാം ഉണ്ട്, അവിടെ ചെയ്യാനുള്ള ഒരു പദ്ധതിയൊക്കെ ആയിരുന്നു. പക്ഷെ അതെങ്ങും എത്തിയില്ല. തറക്കല്ലിടലും എല്ലാം പാതി വഴിയിലായി നിന്ന് പോയി. കല്ലിട്ടു. അതെ. ഒരു മീറ്റിങ്ങും
ഒരു പരിപാടിയായിട്ട് ചുരുങ്ങിപ്പോയി. ഞാൻ നമ്മുടെ കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ ഫാമിൽ കഴിഞ്ഞ വർഷം പോയിരുന്നു. മറ്റേ അൾട്രാ ഹൈ ഡെൻസിറ്റി അല്ലേ, ടെക്നോളജി കൊണ്ടുവന്നാൽ ഈ പ്രശ്നത്തെ മറികടക്കാൻ പറ്റുമോ? അല്ല, മറികടക്കാൻ പറ്റും. ഇപ്പോൾ കൃഷ്ണൻകുട്ടിയേട്ടൻ തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുതലമണി ഇതെല്ലാം ഞാനും ഇപ്പോൾ ഇവിടെയും ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് കുറച്ച് വെറൈറ്റി ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ചെയ്തു എന്ന് മാത്രം. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏക്കറിന് 600-650 തൈകൾ വരെ വെക്കുന്ന രീതിയിലാണ്. അപ്പോൾ അത്രയും തൈകൾ അടുപ്പിച്ച് വെക്കുമ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പ്രൂണിങ്ങും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സംവിധാനങ്ങളൊക്കെ ചെയ്യണം. അതെല്ലാം ചെയ്താൽ മാത്രമേ ഇതിന്ന് ഒരു ഈൽഡ് കിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ മണ്ണിൻ്റെ മുതലമടയിലെ കാലാവസ്ഥയ്ക്കും കേരളത്തിലെ കാലാവസ്ഥയ്ക്കും അത് യോജിച്ചതല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ശരിക്കും വെള്ളം കറക്റ്റ് മെഷർ ചെയ്തിട്ട് കൊടുക്കുന്നൊരു സിസ്റ്റമാണ് അവിടെ. ആവശ്യത്തിന് വെള്ളം അവിടെ വേണ്ടുള്ളൂ പറയും. ആ ഒരു രീതിയിലാണ് അവിടെ കാലാവസ്ഥ മണ്ണിൽ അങ്ങനെ വെള്ളം കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ പറഞ്ഞ രീതിയിൽ ജനുവരി വരെയും മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, മരങ്ങൾ കംപ്ലീറ്റ് തഴച്ച് പെട്ടെന്ന് ഗ്രോത്ത് കൂടുതലായി പോകും. ഈ ഗ്രോത്ത് കൂടുതലാകും തോറും ഇതിന് പ്രൂണിങ് കൂടുതലായിട്ട് വേണ്ടി വരും. പ്രൂണിങ് കൂടുതലാകുമ്പോൾ മരങ്ങൾ അതിനനുസരിച്ച് പുതിയ തളിര് വന്ന് പൂക്കാനുള്ള ടെൻഡൻസി അതിനനുസരിച്ചിട്ട് സ്ലോ ആയി പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. അത് തമിഴ്നാട്ടിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സക്സസ് ആവുള്ളൂ. ഇതിപ്പോൾ ഞാൻ 128-130 വെച്ചിട്ടുണ്ട്. ഞാനിത് ടെക്നിക്കലായിട്ട് ചെയ്ത 20x20 രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ ട്രാക്ടർ ഓടിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു മെക്കനൈസേഷൻ സംവിധാനം ഇല്ലാതെ ഇന്നത്തെ കാലത്ത് കൃഷി നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മാക്സിമം തൊഴിലാളികളുടെ എണ്ണം കുറച്ച് ആ ഒരു രീതി കൊണ്ടുവരാനേ പറ്റുള്ളൂ. എത്ര കർഷകരുണ്ട് ഇവിടെ മുതലമട ബെൽറ്റിൽ? ഏകദേശം 5000-ഓളം മാവ് കർഷകരുണ്ട്. 5000-ഓളം കുടുംബങ്ങൾ ഈ മാവുമ ഡിപ്പെൻഡ് ചെയ്ത് ഈ 5000 ആൾക്കാരും സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം ഭയങ്കര നഷ്ടത്തിലാണ്. ഇത് എല്ലാ തോട്ടങ്ങളിലും ഇതാണ് അവസ്ഥ അല്ലേ? എല്ലാവിടെയും തന്നെയാണ് അവസ്ഥ. സാജു, അപ്പോൾ ഇതാണ് കിളിമല, നിങ്ങളുടെ ഒരു പോയിന്റ് ആണ്. അതെ അതെ. ആനയൊക്കെ വരാറുണ്ട്? ആനയും മാനിന്റെയും എല്ലാ മൃഗങ്ങളുടെയും ശല്യമുണ്ട്. പുലിയും വരാറുണ്ട്. ആന വരുമ്പോ ഇത് ഇടിച്ചിട്ട് പോകും. ആനയ്ക്ക് പിന്നെ ശരിക്കും വരുന്ന വഴിക്ക് ആ ഒരു ഫ്ലോ ആണ്. വന്ന് ചിലപ്പോൾ മാവിന്റെ കൊമ്പുകളൊക്കെ തട്ടി പറിച്ചിട്ടിട്ടൊക്കെ പോകാറുണ്ട്. മാങ്ങ ഉണ്ടെങ്കിൽ എനിക്ക് മാങ്ങയും കട്ട് ചെയ്ത് തിന്നിട്ട് പോകും. അപ്പോൾ ഇതെല്ലാം പ്രൂൺ ചെയ്ത് ശരിക്കും ഇതിൻ്റെ ഒരു വളർച്ച നമ്മൾ ഷോർട്ട് ചെയ്തു. ഇതിനെ ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് എടുത്തു കഴിഞ്ഞ ശേഷം ഇത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പാലക്കാടൻ ചൂട് എന്ന് പറയുന്നത് അനുഭവിക്കുകയാണ്. നമുക്കൊരു തണലത്തേക്ക് കേൾക്കാം. ഇതൊരു നാടൻ വെറൈറ്റിയാണ്. ഇത് സാധാരണ രീതിയിൽ അണ്ടി മുളപ്പിച്ചിട്ട് വെക്കുന്ന ഒരു ഇതാണ്. അങ്ങനെ മുളച്ചുണ്ടായതാണ്. തോട്ടത്തിലെ അല്ല, വെറൈറ്റി അല്ല. പക്ഷേ വെറൈറ്റിയും വെച്ച് കൂടുതൽ കായ് ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. തോട്ടത്തിനേക്കാളും നല്ല മുറ്റത്തുള്ളതിലുണ്ടായി. ഇതൊരു തോട്ടത്തിന്റെ സ്വഭാവമല്ല. അതെ അതെ അതെ. എന്ത് ചെലവുണ്ട് ഇത്? ഒന്നാമത് ഇക്കൊല്ലം നിങ്ങൾക്ക് ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ വല്ലാത്ത കഷ്ടപ്പാടി പോകുന്ന കാലമാണ്. അതെ അതെ അതെ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 2 വർഷത്തേക്ക് ഇതിന് ഒരു ഈൽഡും കിട്ടില്ല. പക്ഷേ ഇത് ഇതിനെ പ്രൂൺ ചെയ്യാതെ എങ്ങനെ വിട്ട് കഴിഞ്ഞാൽ 25 വർഷം പഴക്കമുണ്ട്. അതെന്തായാലും എല്ലാവരും ചെയ്യേണ്ടി വരും. 25-ൽ കൂടുതൽ 35 വർഷം വരെയൊക്കെയാണ് ഈ സാധാരണ രീതിയിൽ ഈ മാവുകൾക്കൊക്കെ ഉള്ള ആയുസ്. 25 കഴിഞ്ഞാൽ തന്നെ ഈൽഡ് കുറയുന്നതാണ്. സാജു നേരത്തെ പറഞ്ഞു മാവ് തുടങ്ങിയപ്പോൾ വലിയ ചെലവൊന്നും ഇല്ലാത്തൊരു മരം, ഒരു ആനുവൽ ക്രോപ്പ് എന്നുള്ള നിലയ്ക്കാണ് കൊണ്ടുപോയിരുന്നത് അല്ലേ? ഇപ്പൊ വരുന്ന വഴിക്ക് നമ്മളൊരു തെങ്ങിൻ തോപ്പിന്റെ ഒരു കഷ്ണവും കണ്ടു. ഇതിപ്പോ ഒരു ഒറ്റ മരം എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിക്കൊണ്ടിരിക്കുക. അതെ അതെ അതെ, തീർച്ചയായും അത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ഇന്റർ ക്രോപ്പ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഇടവേളകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ മാവിന്റെ ഇടയിൽ ഇടവേള ഒന്നും ചെയ്യാനും പറ്റില്ല. വളപ്രയോഗവും ഇതെല്ലാം ചെയ്ത് വെള്ളം യഥേഷ്ടമായി കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ഇന്റർ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും വെള്ളം കൂടുതൽ വേണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മാവിനെ അത് ദോഷമായി ബാധിക്കും. മാവ് പൂക്കുന്ന സമയത്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് തളരായി മാറും. മാവിന് ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ആ ഒരു ഗ്രീൻ പീസ് സൈസ് ഉണ്ടല്ലോ, അപ്പോഴേ ശരിക്കും നന തുടങ്ങേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ആദ്യം മുമ്പ് സ്പ്രേ ചെയ്യേണ്ടി വരില്ലേ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് പൂക്കുന്ന സമയം തുടങ്ങി ഈ മാങ്ങ ആവുന്ന വരെയുള്ളതിൽ ശരിക്കും സാധാരണ രീതിയിൽ പണ്ട് കാലത്തൊക്കെ 1, 2, 3 വരെയൊക്കെ മാക്സിമം പോകാറുള്ളൂ. ഇതിപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കീടരോഗങ്ങളെ ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി.
അപ്പോൾ ആളുകൾ ഇത് മരുന്ന് കളി 8, 10, 15 അങ്ങനെ ഒരു തവണകളായി പോയി. അത്ര കൂടുതൽ വേണം. ഇപ്പോഴത്തെ ഇതിൽ ഒരു 1000 ലിറ്റർ മരുന്ന് തെളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6000 to 7000 രൂപ വരെ ചിലവ് വരും. ഓക്കെ, അത് എത്ര ലിറ്റർ തെളിക്കേണ്ടി വരും ഇവിടെ? ഇപ്പോൾ നമുക്ക് തന്നെ ഒരു 10000 ലിറ്ററോളം വെള്ളം ഉപയോഗിക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിപ്പോൾ ഇവിടെയുള്ള മുതലമടയിലുള്ള കർഷകർ 50000 ലിറ്റർ വരെ വെള്ളം തെളിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ചിലവ് കൂടി കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന ഈൽഡും ഒക്കെ കണക്കാക്കി നോക്കുമ്പോൾ ഇതിന് എന്താ കിട്ടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത്. പക്ഷെ പറമ്പ് ഇതൊന്നും ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പോൾ അവർ ഇതിനകത്ത് ചിലവ് ചെയ്തുകൊണ്ടേയിരിക്കും. ബാങ്കുകളിൽ കടങ്ങൾ കയറിക്കൊണ്ടിരിക്കും. ലോണുണ്ട്. അപ്പോൾ ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് എല്ലാവരും മിക്കവാറും മുതലമടയിൽ എല്ലാവരും ലോൺ എടുത്തിട്ട് തന്നെയാണ് കൃഷിയുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടി അഗ്രികൾച്ചർ ലോണൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതെടുത്ത് നമ്മളൊരു റൊട്ടേഷൻ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇക്കൊല്ലം മുതലമട ഫേസ് ചെയ്യുന്ന ഒരു ക്രൈസിസ് എന്താണെങ്കിൽ എടുത്ത ലോൺ ഇതിൽ നിന്ന് വിള കിട്ടിയിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നുള്ള ആശങ്കയാണ്. അതെ അതെ അതെ, പലരും ഇതിപ്പോൾ കഴിഞ്ഞ ഇതിൽ തന്നെ നിങ്ങൾക്ക് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പല ബാങ്കുകളിലും ആളുകൾ ലോൺ അടയ്ക്കാതെ ജപ്തി ഭീഷണിയും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുമായിട്ട് മുതലമടയിൽ ഒരുപാട് പേരുണ്ട്. പലരും മാവിൽ നിന്ന് വീണ്ടും കവുങ്ങിലേക്ക് പോകുന്നവരുണ്ട്. അതെ അതെ അതെ. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ മുതലമടയെ സംബന്ധിച്ചിടത്തോളം കവുങ്ങിലേക്ക് അത് എത്രത്തോളം ശരിക്കും സക്സസ് ആവും എന്നുള്ളത് അറിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം യഥേഷ്ടം കൂടുതൽ വേണ്ട ഒരു സാധനമാണ് കവുങ്ങ്. അത്രത്തോളം വെള്ളം മുതലമടയിൽ ഇല്ല. അപ്പോൾ ഈ മാവ് എത്ര ബോർവെൽ അടിക്കുമ്പോൾ എത്ര വരെ പോകണം? ഇപ്പോൾ ബോർവെൽ ഇപ്പോൾ മുതലമടയിൽ ഒരു 200 തുടങ്ങിയിട്ട് 1200 വരെയുണ്ട്. 1200 അടി വെള്ളം കിട്ടുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ചമ്മണാമ്പതി ഏകദേശം നമ്മുടെ ഈ മുതലമട ഈ പ്രദേശത്ത് തന്നെ ചമ്മണാമ്പതി, മൂച്ചംകുണ്ട് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ 1000-900 അടി വരെ ബോർവെല്ലിൽ അടിച്ച ആളുകളുണ്ട്. 1200 വെള്ളം 1200 അടിച്ചും വെള്ളം കിട്ടാത്തവരും ഉണ്ട്. വെള്ളം കിട്ടിയ വെള്ളം ഒരു 1.25-1.5 ഇഞ്ച് വെള്ളം കൊണ്ട് ആ ഉള്ള വെള്ളം കൊണ്ട് ഡ്രിപ്പ് ഇറിഗേഷനും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നവരും ഉണ്ട്. രാത്രി മാത്രം നനയ്ക്കണം. പകൽ നനച്ചു കഴിഞ്ഞാൽ ഇത്രയും ചൂടിൽ ഇത് കംപ്ലീറ്റ് വേപ്പറായി പോവുകയും ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് അടിയന്തരമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ അതെ 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 ഈ വർഷത്തെ ഈ തകർച്ചയിൽ നിന്ന് മുതലമടയെ രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ചിന്തിക്കാവുന്ന അപ്പുറത്തേക്ക് പോകും മുതലമട. ഇവിടെ മാങ്ങയുടെ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെയുള്ള തൊഴിലാളികളും ഹോട്ടലുകാർ, ഡ്രൈവേഴ്സ്, വാഹനങ്ങൾ, പിക്കപ്പ്, ലോറി തുടങ്ങിയ വണ്ടികൾ, ഇതെല്ലാവർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഒരു വരുമാനവും ഒരു ആഘോഷമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആ ഒരു സീസണിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു നല്ലൊരു എല്ലാവർക്കും ഒരു വരുമാനത്തിനും പിന്നെ അതിനപ്പുറം ഒരു സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നെ തീരെ ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് ഈ വർഷം പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ. സാജു, മാങ്ങയുടെ വില നിശ്ചയിക്കുന്ന കാര്യത്തിലും നിങ്ങൾക്ക് പ്രശ്നമുണ്ട് അല്ലേ? ശരിക്കും ഞങ്ങളല്ല ഇതിൻ്റെ ആളുകൾ. ഇത് ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള കുറേ കമ്പനികളുണ്ട്. അവരാണ് ഇവിടെ മാങ്ങ എടുക്കുന്നതും മാങ്ങയുടെ വില നിശ്ചയിക്കുന്നതൊക്കെ. ഡൽഹിയിൽ എന്ത് വിലയ്ക്ക് വിൽക്കുന്നു എന്നുള്ള കാര്യമല്ല ഇവിടെ വിഷയം. ഇവരിവിടുന്ന് ഒരു വിലയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ആ മാങ്ങ എടുക്കുന്നത് നമ്മളിവിടുന്ന് പാക്ക് ചെയ്ത് ബോക്സിലാക്കിയിട്ടാണ് അയക്കുക. ഇത് അയച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് മാർക്കറ്റിൽ എന്ത് വിലയ്ക്കാണോ പോയതെന്നൊന്നും നമുക്കറിയില്ല. അവരൊരു വിലയിടും, ഇന്ന വെറൈറ്റി ഇത്ര പീസസ് അതിന് ഇന്ന വില അവിടെ. അല്ലാതെ ഡൽഹിയിലിപ്പോൾ നമ്മൾ അയക്കുന്ന മാങ്ങ മാക്സിമം ഒരു നേരത്തെയൊക്കെ പണ്ടൊക്കെ 1200-ഉം 1500 വരെ ഒരു ബോക്സ് പോകാറുണ്ട്. ഇപ്പോൾ അതൊരു 600-ഉം ഒരു 800 രൂപ വരെ ആയിട്ട് മാറി, താഴ്ത്തി. അന്ന് 1200 രൂപയ്ക്ക് പോയിക്കൊണ്ടിരുന്ന മാങ്ങ 3500-4000 വരെ അവിടെ വിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ ഇവിടെ ഒരു അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് അല്ല, അങ്ങനെയെല്ലാം തുടങ്ങിയത് തന്നെയാണ് ഞങ്ങൾ. ഇതെല്ലാം തുടങ്ങി ഞങ്ങൾക്ക് അതുവഴിയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത് അവരുടെ ഒരു മോണോപൊളിറ്റിയാണ് ഡൽഹി ബേസ് ചെയ്തിട്ട്. അവർ ശരിക്കും മാർക്കറ്റ്, ഇന്ത്യയിലെ മാങ്ങയുടെ മാർക്കറ്റ് വില നിശ്ചയിക്കുന്ന അവരാണ്. അപ്പോൾ ഇത് ഒരു കമ്പനി ത്രൂ നമ്മളിത് അയക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി അവരത് സമ്മതിക്കില്ല. ഞങ്ങളതെല്ലാം ശ്രമിച്ച് നോക്കിയതുമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ളൊരു വിലയുണ്ട്. അപ്പോൾ നമ്മളിത് മാങ്ങ ഇന്ന വിലയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവരുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുമായിട്ട് മെസ്സേജ് പാസ് ചെയ്തിട്ട് ഇന്ന വിലയ്ക്കേ മാങ്ങ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു വില ഫിക്സ് ചെയ്യും.
അപ്പോൾ ആരും ആ വിലയിൽ കൂടുതൽ വിലയ്ക്ക് പർച്ചേസ് ചെയ്യില്ല. അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പെരിഷബിൾ ആണല്ലോ. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് കാലത്ത് കട്ട് ചെയ്താൽ വൈകുന്നേരം ഇത് പാക്ക് ചെയ്ത് പോകണം. അല്ലാതെ ഇത് പിറ്റേ ദിവസം ഒരു ദിവസത്തേക്ക് വെച്ചാൽ വെയിറ്റ് ലോസ് വരും. പിന്നെ അത് മാത്രമല്ല, ഇത് പഴുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിനൊരു പ്രോസസ്സിങ് സംവിധാനങ്ങളോ ഇതൊന്നും മുതലമടയിലില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതിൽ ഗവൺമെൻറ് ശക്തമായി ഇടപെട്ട് കഴിഞ്ഞാലേ നടക്കുള്ളൂ. മറ്റു സംസ്ഥാനങ്ങളിലെ ആൾക്കാർ ഞാൻ മനസ്സിലാക്കിയത് അവരിവിടെ വന്ന് സ്ഥലം വാങ്ങി തന്നെ ഇത് പാക്കേജിങ് ഇതൊക്കെ നടത്തിയിരുന്നു. അതെ. ഇവിടെ കുറേ പേര് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. സ്ഥിരമായിട്ട് മാങ്ങ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വാടക കൊടുക്കാനുള്ളൊരു ഇതുകൊണ്ട് അവർ സ്വന്തമായി സ്ഥലം വാങ്ങി പാക്ക് ഹൗസ് പണിതു, ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നു, സാധനം കയറി പോകുന്നു. ഒരു പാക്കിങ്ങിന് ശരിക്കും പാക്ക് ഹൗസിൽ തന്നെ ഒരു 50 തൊഴിലാളികളുണ്ട് അവരുടെ. ഇപ്രാവശ്യം തൊഴിലാളികളുടെ എണ്ണം കുറച്ചോ? ഇല്ല, ഇപ്രാവശ്യം പല പാക്ക് ഹൗസുകളും തുറന്നിട്ട് തന്നെ ഇല്ല. ഇപ്രാവശ്യം അവർ വന്നിട്ടേ ഇല്ല. ഇനി വരാൻ ഒരു മാസം കൂടി ആയാലേ മുതലമടയിൽ മാങ്ങ എന്തെങ്കിലും കാണുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവരിയ്ക്കുക. എന്നാലേ അവർ വരണമെന്ന് ആലോചിക്കുക. ഈ കാലാവസ്ഥയിൽ മാങ്ങ കിട്ടുമോയെന്ന് കൂടി അവർക്കും വലിയൊരു പ്രതീക്ഷയൊന്നുമില്ല. സാധാരണ ഈ സമയത്തൊക്കെ ഏകദേശം പാതി ആയിട്ടുണ്ടാവും. ഇത്തവണ ഇതാണ് തുടക്കം. ഇത് ഏതാ മാങ്ങ? ഇത് സിന്ദൂരം വെറൈറ്റിയാണ്. ആ കാണുന്നത് ബങ്കനപ്പള്ളി. ഈ വലിയ മാങ്ങ അല്ലേ? അതെ, ഇത് ശരിക്കും നല്ല വലിപ്പം വരുന്നതാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു ഇതിലാണ് ഇപ്പോൾ കട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ഇത് ചെറുതാണ്. അതെ. ശരിക്കും ബങ്കനപ്പള്ളി നല്ല സൈസ്, നല്ല വലിപ്പം വരാറുണ്ട്. ഇതിപ്പോൾ ഓരോരോ മരങ്ങളിലെ തോട്ടങ്ങളിലെ ഒരു വ്യത്യാസമാണ്. ഈ കാലാവസ്ഥയുടെ ചൂടും ഇതെല്ലാം കൂടി ആകുമ്പോൾ ഇനി എത്രത്തോളം ഇത് വലിപ്പം വരും കിട്ടുന്നുള്ളതൊക്കെ കണ്ടന്നെ അറിയണം. ശരിക്ക് ഇപ്പോൾ പ്രാണന്റെ വിലയുള്ള മാങ്ങകളാണ് ഈ പോകുന്നത്. അതെ. തോട്ടത്തിൽ 100%, 80% കായുള്ളത് 15% ചുരുങ്ങുമ്പോൾ അതിനനുസരിച്ച് ഒരു ന്യായമായ വില കിട്ടുമ്പോൾ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വിലയും കുറയുമ്പോൾ പിന്നെ ഇതിനകത്ത് ചിലവാക്കുന്ന പൈസ, എക്സ്പെൻസും, വളം, മരുന്നടി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി ആകുമ്പോൾ കൃഷിക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണ്ടേ. മുമ്പ് ഇവിടുന്ന് കണ്ടെയ്നറുകളിലൊക്കെ വന്ന് കൊണ്ടുവരുന്നു. ഇപ്പോൾ പിക്കപ്പുകളിലാണ് മാങ്ങ ലോഡ് കയറ്റി അയക്കുന്നതും ട്രെയിൻ പാസ് ചെയ്തിട്ടാണ് ഇപ്പോൾ പോകുന്നത്. കണ്ടെയ്നർ ലോറികൾക്ക് ലോഡ് എടുക്കാനുള്ളവർ മാങ്ങയില്ല. മുതലമടയിൽ മാങ്ങ മധുരിക്കുന്നില്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. മധുരിക്കുന്നില്ല എന്നതിനപ്പുറം ജീവിതം തന്നെ അതിൻ്റെ ഏറ്റവും കടുത്ത പ്രതിസന്ധികളിലൂടെ ഈ കർഷകർ കടന്നു പോവുകയാണ്. ആശ്വാസം തേടി എത്താവുന്നിടത്തേക്കെല്ലാം നോക്കുന്നു. പക്ഷേ കേൾക്കേണ്ടവർ കേൾക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുന്നു. കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും.